ഗൈസ്, വെള്ളം ചേർക്കാത്ത വെള്ളം ഒഴിക്കാതെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ കാറ്ററിംഗ് സ്പെഷ്യൽ ചിക്കൻ പെരട്ട്. അടിപൊളി സ്മെല്ലാട്ടോ. ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അടിപൊളി സാധനം കേട്ടോ, പൊളി. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ. മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, എണ്ണ എത്ര കുറച്ചധികം, പിന്നെ ഇപ്പോൾ കുറുക്കി അരിഞ്ഞത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പ്ലാൻ ബി ആക്കി. ആദ്യത്തെ പാളി കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് അധികമായി. അപ്പോൾ നമ്മൾ രണ്ടാമത് തുടങ്ങുക. അപ്പോൾ മല്ലിപ്പൊടി, അപ്പോൾ ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി. അപ്പോൾ നമ്മൾ എണ്ണ നേരത്തെ മാറ്റി വെച്ച എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ചെറിയൊരു ഫ്ലെയിമിൽ ഒന്ന് ആ പൊടിൻ്റെ ഒക്കെ ഒരു മണം പോകുകയോളം, പച്ചച്ചായ പോകുകയോളം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ പൊടി ഇട്ടപ്പോൾ തീ കത്തിക്കാതെയാണ് പൊടി ഇട്ടത്. പൊടിൻ്റെ പച്ചച്ചായ പോകുകയോളം ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ അതേ ഫ്ലെയിമിൽ നമ്മൾ ചിക്കൻ ഇട്ടിട്ട് ആ മസാലയും ചിക്കനും നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കാം കേട്ടോ. നമ്മളതിലേക്ക് ഉപ്പ് നേരത്തെ ഇട്ടിട്ടില്ല, ഉപ്പ് ഇടുക ആവശ്യത്തിന്. അങ്ങനെ ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കുക. നമ്മളിതിലേക്ക് വെള്ളം ഒഴിക്കണില്ല. വെള്ളം ഓൾറെഡി ചിക്കനിന്ന് ഇനി ചൂടായി കഴിഞ്ഞാൽ ചിക്കനിന്ന് വെള്ളം വരും. അപ്പോൾ മസാല ഫുള്ള് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ കഴിച്ച് കുറച്ച് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ, ലോ ഫ്ലെയിമിൽ. ഇടക്കിടക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ കരിയാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ ചിക്കനിന്ന് വന്ന വെള്ളമാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വെള്ളം ഒഴിച്ചിട്ടില്ല, വെള്ളം ഒഴിക്കാതെയാണ് ചിക്കൻ ഉണ്ടായിരിക്കുന്നത്. ചിക്കനിപ്പോൾ ഒരു 3/4 വേവായിക്കണു. അപ്പം ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ പച്ചമുളക്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി അതുപോലെ ചതച്ചത്, ഇത് നമ്മൾ തക്കാളി ചതച്ചതാണ്, അതും ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കൊന്ന് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ആ വെള്ളം ഒന്ന് വറ്റോളം അടച്ചു വെച്ച് വേവിക്കുക. ഇപ്പോൾ ഈ സമയം തുറന്ന് നോക്കാം കേട്ടോ. സംഭവം നല്ല അടിപൊളി സ്മെല്ലാട്ടോ.
അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം വറ്റിക്കണു. നല്ല അടിപൊളി സ്മെല്ലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അടിപൊളി സാധനം കേട്ടോ, പൊളി. അപ്പോൾ നല്ല അടിപൊളി കാറ്ററിംഗ് സ്പെഷ്യൽ ചിക്കൻ പാറ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കി.